വർഗീയ പ്രീണനവും ഒപ്പം വർഗീയ വോട്ടുകളുമൊക്കെ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രചരണമാണ് ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പീഡിപ്പിക്കപ്പെടുന്നവരുടെ പാർട്ടി എന്നാണ് PDPയെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ. തുടർഭരണത്തിന് അവർ മുന്നിൽ നിർത്തുന്നത് എന്തായാലും തീർച്ചയായും അടുത്ത തവണയും പിണറായി വിജയനെ തന്നെയായിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ പോലും ഈ സർക്കാർ വേണ്ട വിധത്തിൽ കേൾക്കുന്നില്ല. അൻവർ കാരണമാണ് ഇപ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് തന്നെ. ആ അൻവർ തന്നെ വീണ്ടും അവിടെ മത്സരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? 157 കുടുംബങ്ങളാണ് ഈ ബൈപ്പാസിന് വേണ്ടി ഭൂമി വിട്ടു നൽകുകയും ഒക്കെ ചെയ്തത്. ഈ 5 വർഷക്കാലം കൊണ്ട് 46 ജീവനുകളാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ പൊലിഞ്ഞത്. ഇത് ഇന്നും ഇന്നലെയും ഉണ്ടായൊരു പ്രശ്നമല്ല. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. നിലമ്പൂരിലെ ജനത പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം. പ്രചാരണം അതിൻ്റെ അവസാന ലാപ്പിലാണ്. നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്താണ്? വർഗീയതയും പെട്ടിയുമൊക്കെയാണോ ചർച്ചയാകേണ്ടത്? സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളും നിരന്തരം നേരിടുന്ന ജനകീയ വിഷയങ്ങളും എന്തുകൊണ്ട് ചർച്ചയായില്ല? പെട്ടിയിലെ വോട്ട് മാത്രമോ ലക്ഷ്യം? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. മായ, ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ് പ്രചാരണം. എന്താണ് മായയ്ക്ക് തോന്നുന്നത്? നിലമ്പൂരിൽ ചർച്ചയാകേണ്ടതൊക്കെ തന്നെയാണോ ചർച്ചയാകുന്നത്? അതോ ഈ വർഗീയ കാർഡുകളും പെട്ടി വിവാദവും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളാണ് ഈ പെട്ടി വിവാദം വന്നത്. അതൊരു അനാവശ്യമായ ഒരു വിവാദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നിലമ്പൂരിലെ വിഷയങ്ങളൊക്കെ ഇങ്ങനെയാണോ ചർച്ച ചെയ്യേണ്ടത്? അശ്വതി, എനിക്ക് തോന്നുന്നത് ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ പ്രചരണായുധമാക്കുന്നു എന്നുള്ളതാണ്. മറ്റ് തെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഒരു 2 വിഷയങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ളൊരു പ്രചരണമായിരിക്കും. പക്ഷെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഓരോ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളും ഒക്കെയായി ആ രീതിയിലുള്ള ചർച്ചകളാണ്. ഇത് ജനങ്ങൾക്ക് ഗുണമുള്ളതാണോ? ഇതാണോ അവിടുത്തെ നിലമ്പൂരിൻ്റെ അടിസ്ഥാന പ്രശ്നം? ഈ പ്രശ്നങ്ങളിലൊന്നും തൊടാതെ മറ്റ് പല കാര്യങ്ങളിലും, ഒപ്പം അശ്വതി ആദ്യം ഇൻട്രോയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ വർഗീയ പ്രീണനവും ഒപ്പം വർഗീയ വോട്ടുകളുമൊക്കെ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രചരണമാണ് ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ നാട്ടിലെ ജനങ്ങൾക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും അതിൻ്റെതായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ പറയുന്നത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ, അത് നിലമ്പൂരിൽ വലിയൊരു പ്രശ്നമാണ്. ഒപ്പം തന്നെ നിലമ്പൂർ ബൈപ്പാസ് അവരുടെ പല കാലങ്ങളായി നമ്മൾ പറയുകയും ചെയ്യുന്നൊരു ആവശ്യമാണ് നിലമ്പൂർ ബൈപ്പാസ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രാഥമികമായിട്ടുള്ള വികസനങ്ങൾ, കോളേജ്, അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിയുടെ വികസനം. നിലമ്പൂരിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കോളേജ് താൽക്കാലിക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിങ്ങനെ മാറി മാറി പോകും. അതിന് സ്ഥിരമായൊരു കെട്ടിടം വേണമെന്നുള്ളൊരു ആവശ്യം. അങ്ങനെ പല പല വിഷയങ്ങളുണ്ട്. അടിസ്ഥാനമായിട്ടും തൊഴിലാളികൾക്ക് ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ പറയുകയാണെങ്കിൽ അവർക്ക് അവരുടെ സ്വൈര്യമായി അവരുടെ തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റുന്നില്ല. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ എല്ലാ ഫോക്കസും നമുക്കറിയാം ആദ്യം അൻവറിലേക്കായിരുന്നു. അൻവർ ഒരു കുറച്ച് ദിവസം ആ ഒരു വാക്ക് മാറ്റുകയും പിന്നീടുള്ള ഒരു അടവ് മാറ്റങ്ങളും ഒക്കെയായി ഇങ്ങനെ കളം നിറച്ചു. മാധ്യമങ്ങളായാലും അതിന് പിറകെയാണ് പോയത്. എന്തിനേറെ UDF ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ഘട്ടത്തിൽ ഈ അൻവറിൻ്റെ കൂടെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഈ എന്താണോ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടിയിരുന്നത് അതൊന്നും സംസാരിക്കാതെ കാടടച്ച് ഒരു വിവാദങ്ങൾ ഉണ്ടാക്കി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്കവിടെ തോന്നിയിട്ടുള്ളത്. മായ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ അൻവറിൻ്റെ പ്രശ്നം മാത്രമാണ് ഇരു പാർട്ടികളാകട്ടെ അല്ലെങ്കിൽ അവിടെയുള്ള ചർച്ചാ വിഷയം അൻവറിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി. ഒരു ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങളാണ് അഡ്രസ്സ് ചെയ്ത് കാട്ടേണ്ടത്. അങ്ങനെ ഒരു കാര്യം അവിടെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഈ പകുതി ദിവസങ്ങളോളം ഈ അൻവർ പ്രശ്നവും മറ്റ് ഈ വർഗീയ കാർഡുകളും ഇപ്പോൾ പുതിയ പെട്ടി വിവാദമടക്കം ആണ് ചർച്ചയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. എത്ര വിഷയങ്ങൾ നിലമ്പൂരിൽ കിടക്കുന്നു. മായ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബൈപ്പാസ് അവിടെ മെയിനായിട്ടുള്ള ഒരു വിഷയമാണ്. 33 വർഷം കൊണ്ട് ഈ ബൈപ്പാസ് ഇപ്പോൾ വരും എന്ന് പറയുന്നതല്ലാതെ അതിനൊരു ശ്രദ്ധ കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. 157 കുടുംബങ്ങളാണ് ഈ ബൈപ്പാസിന് വേണ്ടി ഭൂമി വിട്ടു നൽകുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അവർക്ക് വേണ്ട വിധത്തിൽ അതിൻ്റെ ആ ഭൂമിയുടെ പോലും വേണ്ട വിധത്തിലുള്ള തുക പോലും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ 157 കുടുംബങ്ങൾ അവിടെ അനാഥമാകുന്നു. ഈ 37 വർഷം കൊണ്ട് ഈ ബൈപ്പാസിന് മാറ്റിവെച്ച ബജറ്റിലെ തുക അതെവിടെ പോയി? അത് വേണ്ട വിധം എന്തുകൊണ്ട് വിനിയോഗിക്കുന്നില്ല? അതൊക്കെ ഒരു പ്രശ്നമാണ്. മറുവശത്ത് മറ്റൊരു വിഷയമാണ് നിലമ്പൂരിനെ സംബന്ധിച്ച്. നമുക്കറിയാം വടക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിക്കറിയാമല്ലോ അനന്തുവാണ് ഏറ്റവും അവസാനമായിട്ട് നിലമ്പൂരിൽ ജീവൻ
പൊലിഞ്ഞ ഒരു കുഞ്ഞു കുട്ടിയാണ്. അവൻ ഇനിയും ജീവിതം ഏറെ കിടക്കുകയാണ്. അങ്ങനെ വന്യമൃഗശല്യം പ്രധാനമായും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് അതിരൂക്ഷമാണ്. കടുവ, കാട്ടുപന്നി, കാട്ടാന ആക്രമണം, കരടി എന്ന് വേണ്ട എല്ലാം ഈ നിലമ്പൂരിലടക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതല്ലേ? അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും എന്താണ് വനം മന്ത്രി പറഞ്ഞ എന്താണ്, ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ശരിക്കും അത് രാഷ്ട്രീയവൽക്കരിക്കുകയാണോ? അല്ലല്ലോ. ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ചർച്ച പെടേണ്ടത് തന്നെയല്ലേ മായ? തീർച്ചയായും അശ്വതി, അത് തന്നെയാണ്. ഈ വഴിക്കടവിലുള്ള ഇഷ്യൂ ആണ് ആനന്ദുവിൻ്റെ. ഇത് കെണി വെച്ച് അതിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച ആനന്ദുവിൻ്റെ വഴിക്കടവിൽ തന്നെ എന്തോരം വിഷയങ്ങളുണ്ട് എന്നറിയാം. വഴിക്കടവിലെ ജനതയുടെ പ്രശ്നങ്ങൾ തന്നെ. അവിടെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായി അവിടെ എത്തിയ UDF ആണെങ്കിലും BJP ആണെങ്കിലും ആ ഒരു പ്രശ്നത്തെ വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിന് കൂടുതലും ഫോക്കസ് പോയത് മാർച്ച് നടത്തി അങ്ങനെയൊക്കെ ആയിട്ടാണ് ആ ഒരു ശ്രദ്ധ അങ്ങോട്ട് പോയത്. പക്ഷേ അതിലെ യഥാർത്ഥ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഉള്ളത് തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം തന്നെയാണ്. ആ ഒരു പന്നിശല്യം രൂക്ഷമായത് കാരണമാണ് ആ കർഷകൻ അവിടെ ആ ഒരു കെണി വെക്കേണ്ടി വന്നത്. ആ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാതെ ഈ എന്തെങ്കിലും നഷ്ടം വരുമ്പോൾ നഷ്ടപരിഹാരം നൽകാതെ അത് ശാശ്വതമായ ഒരു പരിഹാരമാണ് അവിടെ വേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് ഇതിനു മുൻപേയുള്ള കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2020 മുതൽ തുടർന്നുള്ള ഇങ്ങോട്ടുള്ള ആ ഒരു വർഷക്കാലം നിലമ്പൂർ നോർത്ത് ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ 25 വന്യജീവി ആക്രമണത്താൽ 25 പേരാണ് കൊല്ലപ്പെട്ടത്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ, കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ, കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് നിലമ്പൂർ നോർത്ത് ഫോറസ്റ്റ് ഡിവിഷനിൽ കീഴിലുള്ള കണക്കുകളാണ്. ഇത് നേരെ തിരിച്ച് നിലമ്പൂർ സൗത്ത് ഫോറസ്റ്റ് ഡിവിഷനിൽ കീഴിലുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ 21 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതുപോലെ തന്നെയാണ് കാട്ടുപന്നിയുടെയും കാട്ടുപോത്തിൻ്റെയും ഒപ്പം കടുവയുടെ ആക്രമണത്തിലും കൊല്ലപ്പെട്ടതാണ്. ഈ 5 വർഷക്കാലം കൊണ്ട് 46 ജീവനുകളാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ പൊലിഞ്ഞത്. ഇത് ഇന്നും ഇന്നലെയും ഉണ്ടായ ഒരു പ്രശ്നമല്ല. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ വനമേഖലയിലുള്ള ആ ഒരു സ്ഥിതി കേന്ദ്രീകരിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിരന്തരമായി നിൽക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ പോയിരുന്നാൽ പോലും പിന്നീട് അങ്ങോട്ട് ഇതൊക്കെ വഴിമാറി വെൽഫെയർ പാർട്ടി, ജമാഅത്തെ, PDP ഇവരുടെ വോട്ടാർക്ക് ഇവരാരെ പിന്തുണയ്ക്കുന്നു, ഈ രീതിയിലേക്കുള്ള ചർച്ചകൾ വഴിമാറി പോകുന്നു എന്ന് കാണുമ്പോൾ തീർത്തും നിരാശാജനകമാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ കാണുമ്പോൾ. കാരണം അവിടുത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ പെൻഷൻ എടുത്തു പറയേണ്ടതാണ്. അവിടെ പെൻഷനൊക്കെ ഇപ്പം സാധാരണ സംസ്ഥാനത്ത് ഒരു വിഷയമായി തുടരുന്നൊരു സാഹചര്യമുണ്ട്. അതവിടെ വിഷയമാണ്. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും അവിടെ ചർച്ചയായില്ല എന്നുള്ളതാണ്. അൻവർ എന്തുകൊണ്ടാണ് CPM നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു സ്ഥാനം, അൻവർ കാരണമാണ് ഇപ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് തന്നെ. ആ അൻവർ തന്നെ വീണ്ടും അവിടെ മത്സരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അൻവർ CPM നിന്ന് ഇറങ്ങി വന്ന്, ആ മുന്നണിയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ മത്സരിക്കുകയാണ്? അൻവർ ഉയർത്തുന്ന വിഷയം പോലും UDF ഉയർത്തി കാട്ടുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും അൻവർ ഉയർത്തിക്കാട്ടിയ വിഷയങ്ങൾ UDF അത് ടേക്ക് ഓഫ് ചെയ്ത് അതിൽ പ്രചരണവുമായി മുന്നോട്ട് പോവാം. പക്ഷേ അവിടെ പോലും ഇവർ മുന്നണികൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. LDFനായിക്കൊള്ളട്ടെ, അവർക്ക് പലതും മറച്ചു വെക്കാനുണ്ട്, ഈ പലതും ചർച്ചയാകേണ്ട എന്ന് അവർ തീർച്ചയായും ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. UDF ആണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയായാൽ അൻവറിൻ്റെ വിഷയത്തിൽ കേന്ദ്രീകരിച്ച, കാരണം UDF ആദ്യഘട്ടത്തിൽ കുറേ അൻവറിൻ്റെ പിറകെ പോയതാണ്. അപ്പോൾ ഈ അൻവറിൻ്റെ വിഷയം ഉൾപ്പെടെ എവിടെ ചർച്ചയാകും, അത് UDFന് തിരിച്ചടിയാകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. തുടർഭരണത്തിന് അവർ മുന്നിൽ നിർത്തുന്നത് എന്തായാലും തീർച്ചയായും അടുത്ത തവണയും പിണറായി വിജയനെ തന്നെയായിരിക്കും. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ജയപരാജയങ്ങളെ നിശ്ചയിച്ചിരിക്കും. അവരുടെ പാർട്ടിയെ ഇനി മുന്നോട്ട് ആരും നയിക്കും, അത് VD സതീശനായാലും ചെന്നിത്തലയ്ക്കായാലും ഒക്കെ ഒരു നിർണായകമായി തീരുന്ന ഒന്നാണ്. അതുതന്നെയാണ് മായ സൂചിപ്പിച്ച പോലെ തന്നെ ഈ PDP, ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടിയൊക്കെ പല പാർട്ടികൾക്കും ഈ LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ അവർക്കൊക്കെ പിന്തുണ നൽകുന്നുണ്ട്, അവർ സ്വീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ പറയുന്ന വിവാദങ്ങളൊക്കെ എത്രത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി 30 വർഷങ്ങൾക്ക് മുമ്പ് LDFൻ്റെ കൂടെയായിരുന്നു, പിന്നീട് അത് UDFലേക്ക് തിരിയുന്നു. പിന്നെ വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ അത് പ്രതിപക്ഷം പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുവെന്നാണ്. PDP LDFനാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. PDPയെക്കുറിച്ച് എന്താണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? പീഡിപ്പിക്കപ്പെടുന്നവരുടെ പാർട്ടി എന്നാണ് PDPയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ CPM സംസ്ഥാന സെക്രട്ടറിക്ക്. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകളൊക്കെ UDFും സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള സത്യാവസ്ഥ അവിടെയുണ്ട്. ഒപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രി പച്ചയ്ക്ക് വർഗീയത പറയുന്നു എന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുള്ള ഒരു പ്രചാരണം മാത്രമാണ്. പക്ഷേ അപ്പോഴും ഈ
പാർട്ടികളാകട്ടെ അല്ലെങ്കിൽ നേതാക്കളാകട്ടെ ഈ അടിസ്ഥാന വർഗ്ഗങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ മായ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പറയുന്ന വന്യമൃഗ ശല്യം രൂക്ഷമായ സാഹചര്യം ഫെൻസിങ് പോലുള്ളതൊക്കെ ബജറ്റിൽ ഒരു തുക നേരത്തെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ആ തുകയൊക്കെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയോ എന്നുള്ളതാണ്. കെട്ടിപ്പൂട്ടുവാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ നിരവധി അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പ്രയോജനകരമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഇപ്പം മായ അഡ്രസ്സ് ചെയ്തു ഗവൺമെൻറ് കോളേജ്, അത് നാഥനില്ല കളരിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് നിലമ്പൂർ. ഇതൊന്നും ആർക്കും ചർച്ച ചെയ്യേണ്ട, ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ചർച്ച ചെയ്യേണ്ട എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാവിരുദ്ധമായ കാര്യം. ഈ PDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയൊക്കെ കാര്യം പറയുമ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ഇത് പാർട്ടിക്കകത്തും മറ്റും ഉള്ളതാണ്. ഈ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്കൊരു വിഷയമേ ഇല്ല. അവർ അവിടെ ചർച്ച ചെയ്യുന്നത് ഇതൊന്നുമല്ല, അത് അവരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് അവർ സ്വാഭാവികമായും ചർച്ച ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാരണം, വിലക്കയറ്റം, നമ്മുടെ രാജ്യത്ത് പണപ്പെരുപ്പം കുറയുകയാണെങ്കിലും നമ്മളുടെ കേരളത്തിൽ വിലക്കയറ്റം അതിരൂക്ഷമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന കണക്കുകൾ പ്രകാരം 6.78% മുകളിലാണ് നമ്മളുടെ പണപ്പെരുപ്പം എന്നുള്ളതാണ്. അതിൽ ഇത് വിലക്കയറ്റം ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. കുടുംബത്തിൻ്റെ സാമ്പത്തിക ബജറ്റ് അടക്കം താളം തെറ്റിക്കുന്ന ഒന്നാണ് ഈ വിലക്കയറ്റം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും ചർച്ചയാകാതെ നമ്മൾ നേരത്തെ പലതവണ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഈ വർഗീയ ഓരോ ആ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചിട്ട് ആ ഒരു വോട്ടിന് വേണ്ടി മാത്രം ഉള്ള ഒരു സ്ഥലമാണ് അത്. ഓരോ പ്രദേശത്തെ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിങ്ങനെ മാറും. ഈ ഒരു മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാകുന്നിടത്ത് അതെപ്പോഴും നമ്മൾ നോക്കിയാൽ കാണാം അത് വർഗീയമായിട്ടായിരിക്കും അവിടെ ഒരു പ്രചരണങ്ങളും മറ്റും ഉണ്ടാവുക. എനിക്ക് തോന്നുമായ ഈ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള വർഗീയ കാർഡുകൾ മാത്രം ഇറക്കുന്നത് എന്നുള്ളൊരു സംശയമൊക്കെ ഉയരുന്നുണ്ട്. അപ്പോഴും ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തതാണ്. അതിനൊരു ഉദാഹരണമാണ് ആശാ വർക്കർമാർ. അവർ ഇപ്പം 4 മാസം കഴിഞ്ഞു അവരുടെ ഒരു സമരം തുടങ്ങിയിട്ട്. അവർ വലിയ തുകയൊന്നുമല്ല ആവശ്യപ്പെടുന്നത്, ഒരു ചെറിയ തുക, അത് സർക്കാരിന് സാധിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പോലും ഈ സർക്കാർ വേണ്ട വിധത്തിൽ കേൾക്കുന്നില്ല. അവർ പോലും അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോഴത്തേക്ക് അവർ നിലമ്പൂരിലേക്കും ചെന്നിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങൾ അവിടെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരൊരു രാഷ്ട്രീയ പാർട്ടിക്കും പിന്തുണ നൽകുന്നില്ല എന്ന് അവർ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ അവിടെയും അവർ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അവർക്ക് എന്തുകൊണ്ട് അവിടേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. സർക്കാർ അവരെ കാണുന്നില്ല എന്നത് തന്നെയല്ലേ. അതെ, സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി 10-നാണ് ഈ ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയത്. അതിപ്പോൾ ഏകദേശം 4 മാസമാകാൻ പോവുകയാണ്. ഈ 19-ാം തീയതി ആകുമ്പോൾ അവർ ആ കാസർഗോഡ് നിന്ന് തുടങ്ങിയ ആ ഒരു ജാഥ, ആ പ്രതിഷേധ അവരുടെ ആ സമരം അത് ഈ തിരുവനന്തപുരത്തെത്തും. എവിടെയാണോ അവർ സമരം തുടങ്ങിയത് രാവും പകലുമില്ലാതെ വെയിലും മഴയുമേറ്റ് പല സമര രീതികളും മാറ്റി അവർ സമരം ചെയ്തതാണ്. അതിനൊക്കെ നേരെ സർക്കാർ മുഖം തിരിച്ചു നിൽക്കുമ്പോഴാണ് അവർക്ക് കിട്ടിയ ഒരു സ്പേസാണ് നിലമ്പൂരിൽ സർക്കാരിനെതിരെ. തീർച്ചയായും ഒരു പാർട്ടിയെ അവർ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ അവർ കൃത്യമായി അവരുടെ രാഷ്ട്രീയം അവിടെ വ്യക്തമാക്കുന്നുണ്ട്, അത് സർക്കാരിനെതിരെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എം സ്വരാജിനെതിരെയായിട്ടുള്ള ഒരു പ്രചരണമാണ് അവർ നടത്തുന്നത്. തങ്ങളെ അവഗണിച്ച സർക്കാരിനെതിരെ വോട്ട് ചെയ്യുക, ജനങ്ങൾ മനസ്സിലാക്കുക എന്ന് ഉള്ളൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് അവരവിടെ ഓരോ വീടുകൾ തോറും കയറിയിറങ്ങിയാണ്. അവരുടെ ആ പോരാട്ട വീര്യം, അവരുടെ ആ നിശ്ചയദാർഢ്യം, അത് അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് അവർ പിറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. അത് തീർച്ചയായും ഈ കേരള ചരിത്രത്തിലടക്കം ഒരു ചരിത്രത്തിലടക്കം എഴുതി കാണിക്കുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അവർ ആ സമരം നടത്തുകയൊക്കെ ചെയ്യുന്നത്. ഈ മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് ഓരോ വീടുകളും അവർ കയറി ഇറങ്ങുകയാണ്. അവരുടെ സാഹചര്യം നിലമ്പൂരിലുള്ള ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഓരോ വീടും കയറി ഇറങ്ങുകയാണ്. കാരണം അവരുടെ നിസ്സഹായ അവസ്ഥ തന്നെയാണ് അത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വന്യജീവി ശല്യം എന്നുള്ളത് അത് ജീവനെടുക്കുക മാത്രമല്ല, അവിടെ കർഷകരായിട്ടുള്ള ഒരുപാട് ജനങ്ങളുണ്ട്. പല വിധത്തിലുള്ള കർഷകരാണ് അവിടെ ഉള്ളത്. ഇതൊക്കെ നശിപ്പിക്കുന്ന സാഹചര്യം, അങ്ങനെ സാധാരണ ജീവിതം പൊറുതിമുട്ടി എന്നുള്ള നിലയിലേക്കാണ് നിലമ്പൂർ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു ശാശ്വത പരിഹാരം എന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഏറെ വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന വോട്ടുകൾ അത് വേണ്ട വിധത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോട്ടെ അത് വേണ്ട വിധത്തിൽ അവിടെ പ്രയോജനമാകുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതല്ലേ മായ? തീർച്ചയായും ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, അവർ വിലയിരുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. വർഗീയ വോട്ടുകൾ വേണ്ട എന്നുള്ളൊരു നിലപാട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു. നിലമ്പൂരിൻ്റെ വികസനത്തെക്കുറിച്ചുമൊക്കെ 2 ദിവസം മുമ്പ് എം സ്വരാജ് പറഞ്ഞത് നമുക്കിവിടെ വികസനം ചർച്ച ചെയ്യാം എന്നായിരുന്നു പറഞ്ഞത്. നിലമ്പൂരിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപരേഖ ഉണ്ടാക്കാം, നമുക്കൊരു 8 മാസത്തിനുള്ളിൽ ആ രൂപരേഖയുമായി ചർച്ചകൾ നടത്താം, പിന്നീട് നമുക്കിത് സർക്കാരിന് മുന്നിലേക്ക് വെക്കാം. അപ്പോൾ പിണറായി സർക്കാർ തന്നെ അടുത്ത തവണ അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിലമ്പൂരിൻ്റെ വികസന പ്രശ്നങ്ങളടക്കം നമുക്ക് ചർച്ച ചെയ്ത് അതിലൊരു തീരുമാനമുണ്ടാക്കാമെന്നാണ് അവസാനം. അതൊരു പ്രതീക്ഷയോടെ എനിക്ക് തോന്നി ഈ അടുത്ത കാലത്തായിട്ട്
മാധ്യമത്തിൽ ഒരു ചർച്ച കണ്ട ഒരു പ്രചരണം കണ്ടത് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ തന്നെ ഇവിടെ ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞു, ഗവൺമെന്റ് കോളേജിന്റെ കാര്യം പറഞ്ഞു, വന്യജീവി ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യം പറഞ്ഞു. അങ്ങനത്തെ നിരവധി പ്രശ്നങ്ങളുണ്ട്. പ്രാദേശിക തലത്തിൽ പോലും ഇനിയും കാണും നിരവധി പ്രശ്നങ്ങൾ. ബസ് സ്റ്റാൻഡില്ല, റോഡുകൾ, അങ്ങനത്തെ നിരവധി പ്രശ്നങ്ങൾ വീണ്ടും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് പ്രാദേശിക തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. തീർച്ചയായും അതൊക്കെയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിച്ച് മറ്റു പല കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനിയൊരു അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. കേരളം ആര് ഭരിക്കും എന്നുള്ളതിന് ഒരു ചെറിയൊരു സൂചനയായി നിലമ്പൂർ ഇലക്ഷൻ മാറും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഇത് ഏത് മുന്നണിക്കാണെങ്കിലും ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. സ്വന്തം മുന്നണിയിൽ നിന്ന് ഇറങ്ങി വന്ന് അൻവർ എത്ര വോട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി, അജിത് കുമാറിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ, പോലീസ് സേനയെ RSS വൽക്കരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ UDF അടക്കം ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. പക്ഷേ ഇതൊന്നും പ്രചരണ വിഷയമാകാതെ മറ്റു പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ജനങ്ങൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ വിലയിരുത്തൽ തന്നെ ആകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ചെറിയ ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും വന്നെങ്കിലും അത് അവിടുത്തെ മാത്രം പ്രശ്നമല്ല, സർക്കാരിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. കൊടുമ്പിരി കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്വന്തം പാർട്ടിയുടെ നേട്ടവും വർഗീയ പ്രീണനവുമായി വോട്ട് ലക്ഷ്യമിട്ട് നെട്ടോട്ടമോടുമ്പോൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ പോലും ഈ ദിവസങ്ങളിൽ ചർച്ചയായില്ല എന്നത് ഏറെ നിരാശാജനകമാണ്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, അവർ കൃത്യമായി തന്നെ വിലയിരുത്തുകയും ചെയ്യും. വോട്ടുകൾ പെട്ടിയിലാകുമ്പോൾ ആർക്കാണ് നേട്ടം, ആർക്കാണ് കോട്ടം, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.